All of you welcome. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. An n by n matrix A satisfies its own characteristic equation. ഇതാണ് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏതൊരു n by n മെട്രിക്സ് എടുത്താൽ, ദാറ്റ് മീൻസ് സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമ്മളിവിടെ ഒരു n by n മെട്രിക്സ് എടുക്കുന്നു. ലെറ്റ് എ ബി എ n by n മെട്രിക്സ്. എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സ് ആണ്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ലാംഡയിലുള്ള ഒരു പോളിനോമിയലായിട്ടാണ് നമുക്ക് കിട്ടുക വിത്ത് ഡിഗ്രി n. എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സ് ആയതുകൊണ്ട് വിച്ച് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ലാംഡ ഓഫ് ഡിഗ്രി n, വിച്ച് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ in lambda of degree n. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഡിഗ്രി n വരുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? a0 പ്ലസ് a1 ലാംഡ പ്ലസ് a2 ലാംഡ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ലാംഡ റേസ് ടു n ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് n ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ലാംഡ വേർ a0, a1, a2 എക്സെട്ര an ആർ കോൺസ്റ്റൻസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം എന്താ പറഞ്ഞത്? ഈ ഒരു ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇത് ഏത് സാറ്റിസ്ഫൈ ചെയ്യും? നമ്മുടെ മെട്രിക്സ് എ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്കിവിടെ ലാംഡയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? മെട്രിക്സ് എ കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഫസ്റ്റിൽ a0 മാത്രമാണുള്ളത്. സോ ഈ ലാംഡയ്ക്കൊക്കെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊടുക്കുമ്പോൾ ഈ a0നെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദെർഫോർ a0 i പ്ലസ് a1 a പ്ലസ് a2 a സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an a റേസ് ടു n വിച്ച് ഈസ് ഈക്വൽ ടു 0 ബൈ എന്താണ്? കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം. ഹാമിൽട്ടോണിയൻ തിയറം പ്രകാരമാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. സോ നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇഫ് എ ഈസ് നോൺ സിംഗുലർ, സിംഗുലർ മെട്രിക്സിന് മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. സോ ആ എ ഇൻവേഴ്സ് കൊണ്ട് ഈ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഈ ഇക്വേഷനിൽ ഓരോ ടേമിനെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a0 i ഇൻറ്റു എ ഇൻവേഴ്സ്. ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ അതിനെക്കൊണ്ട് നമ്മൾ ഏത് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നോ ആ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. സോ നമുക്കവിടെ എന്ത് കിട്ടും? a0 എ ഇൻവേഴ്സ് എന്ന് കിട്ടും. പ്ലസ് നെക്സ്റ്റ് എന്താ വരിക? a1 എ ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താ നമുക്ക് കിട്ടുക? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക. ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും മൾട്ടിപ്പിൾ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. സോ അവിടെ a1 i പ്ലസ് ദെൻ a2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ്. ദാറ്റ് മീൻസ് എന്താ വരിക? അവിടെ എ മാത്രമേ ഉണ്ടാവുള്ളൂ. a2 എ പ്ലസ് നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? a3 എ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്താ? ഇവിടെ എ റേസ് ടു n ഉണ്ട്. അതിനോടാണ് എ ഇൻവേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. സോ എയുടെ ഒരു പവർ കുറയും. എന്താകും? an എ റേസ് ടു n-1 വിച്ച് ഈസ് ഈക്വൽ ടു 0.
ഇവിടെയും നമ്മൾ സീറോനെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സീറോ മെട്രിക്സ് ആയതുകൊണ്ട് 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം 0 തന്നെയാണ് വരിക. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എ നോട്ട് ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ബാക്കിയുള്ളതിനെല്ലാം ആർ എച്ച് എസിലേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവ് വരും. അപ്പം മൈനസ് A1i മൈനസ് A2a മൈനസ് A3a സ്ക്വയർ മൈനസ് എക്സെട്ര മൈനസ് an a raised to n minus 1. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ദെർഫോർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ഈ എ നോട്ട് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം മൈനസ് A1 ഡിവൈഡഡ് ബൈ എ നോട്ട് ഐ മൈനസ് A2 ഡിവൈഡഡ് ബൈ എ നോട്ട് എ മൈനസ് A3 ഡിവൈഡഡ് ബൈ എ നോട്ട് എ സ്ക്വയർ മൈനസ് എക്സെട്ര മൈനസ് an ഡിവൈഡഡ് ബൈ എ നോട്ട് എ റേസ് ടു n മൈനസ് 1. സോ നമ്മുടെ കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം പ്രകാരം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊരു മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കണ്ടെത്താൻ പറ്റും. ആ മെട്രിക്സ് എന്തായിരിക്കണം? മാത്രം നോൺ സിംഗുലർ ആയിരിക്കണം. നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദി മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2 ആൻഡ് വെരിഫൈ കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം ആൻഡ് ഫൈൻഡ് എ ഇൻവേഴ്സ്. സോ ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണണം. എന്നിട്ട് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ദെൻ അതിൽ നിന്ന് നമ്മളോട് എ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം, ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. സോ ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ഈസ് determinant of a minus lambda I is equal to 0. That is determinant. ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും മൈനസ് ലാംഡ ഐ. സോ ഈ ലാംഡ എവിടെ നിന്നും സബ്സ്ട്രാക്ട് ചെയ്താൽ മതി? ഈ ഡയഗണലിൽ വരുന്ന എലമെൻസിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യാം. ബാക്കിയുള്ളതിൽ ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ എന്ത് വരും? 2 മൈനസ് ലാംഡ മൈനസ് 1 1. നെക്സ്റ്റ് മൈനസ് 1 2 മൈനസ് ലാംഡ മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇനി നമ്മൾ കാണണം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഉപയോഗിച്ച് നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാം. അപ്പോൾ 2 മൈനസ് ലാംഡ ഇൻറ്റു ഈ 2 മൈനസ് ലാംഡയാണ്. സോ അത് ഉൾക്കൊള്ളുന്ന കോളോ റോ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ 2 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ വിച്ച് ഈസ് 2 മൈനസ് ലാംഡ ഓൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 വിച്ച് ഈസ് 1 മൈനസ് ഇവിടെയുള്ളത് എന്താണ്? മൈനസ് 1 ആണ്. സോ ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആകും. പ്ലസ് 1 ഇൻറ്റു ദെൻ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ മൈനസ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഒഴിവാക്കുക. ബാക്കിയുള്ളത് എന്താ? മൈനസ് 1 ഇൻറ്റു 2 മൈനസ് ലാംഡ വിച്ച് ഈസ് എന്ത് വരും? മൈനസ് 2 പ്ലസ് ലാംഡ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 വിച്ച് ഈസ് മൈനസ് 1. ആ മൈനസ് ഈ മൈനസും കൂടി പ്ലസ് 1 ആയിട്ട് മാറും. പ്ലസ് ഈ 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഈസ് 1 minus 1 into 2 minus lambda 2 minus lambda which is equal to 0. That is 2 minus lambda into 2 minus lambda whole square എന്ത് വരും? 2 square is 4 plus lambda square is lambda square തന്നെ. Then minus 2 into 2 4 into lambda. അപ്പോൾ 4 ലാംഡ ദെൻ ഈ മൈനസ് 1 പ്ലസ് ഇവിടെ മൈനസ് 2 പ്ലസ് 1 ഉണ്ട്. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് 1 വരും.
-1 plus lambda into 1. That means lambda minus 1. അതുപോലെ ഇവിടെ 1 മൈനസ് 2 ഉണ്ട്. അപ്പം -1 വരും. ഈ മൈനസും കൂടി പ്ലസ് ആകും. അപ്പോൾ അവിടെ നിന്ന് എന്താ വരിക? പ്ലസ് ലാംഡ minus 1 which is equal to 0. That is 2 minus lambda into ഇവിടെ 4 minus 1 ഉണ്ട്. പിന്നെ ലാംഡ സ്ക്വയറും -4 ലാംഡ. സോ അതിനെ എഴുതുമ്പോൾ എന്ത് വരും? ലാംഡ സ്ക്വയർ -4 ലാംഡ പ്ലസ് 3. ദെൻ ഇവിടെ ലാംഡ പ്ലസ് ലാംഡ വിച്ച് ഈസ് 2 ലാംഡ. -1 ആഡ് ചെയ്യുമ്പോൾ -2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു ദിസ് ടേം കംപ്ലീറ്റ് വരും. സോ 2 ലാംഡ സ്ക്വയർ -8 ലാംഡ പ്ലസ് 6. ഇനി ഈ മൈനസ് ലാംഡ ഇൻറ്റു ഈ കംപ്ലീറ്റ് ടേംസ് എഴുതാം. സോ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 4 ലാംഡ സ്ക്വയർ -3 ലാംഡ. ദെൻ ഇവിടെയുള്ള 2 ലാംഡ -2 എടുത്ത് എഴുതുക. പ്ലസ് 2 ലാംഡ -2 ഇസ് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ലാംഡയുടെ ഹയസ്റ്റ് പവറായ ലാംഡ ക്യൂബ് എഴുതുന്നു. അപ്പോൾ മൈനസ് ലാംഡ ക്യൂബ്. ഇവിടെ 2 ലാംഡ സ്ക്വയറും ഇവിടെ 4 ലാംഡ സ്ക്വയറും വിച്ച് ഈസ് 6 ലാംഡ സ്ക്വയർ. ദെൻ ഇവിടെ 8 ലാംഡയുണ്ട്. ഇവിടെ അതുപോലെ ഇവിടെ -8 ലാംഡയാണ്. ഇവിടെ -3 ലാംഡ. സോ -11 ലാംഡ പ്ലസ് 2 ലാംഡ. സോ -9 ലാംഡ. ഇവിടെ 6ഉം അതുപോലെ ഇവിടെ -2 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ +4 which is equal to 0. That means lambda cube -6 lambda square plus 9 lambda -4 is equal to 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ എന്താ വെരിഫൈ ചെയ്യാനുള്ളത്? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മുടെ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വെരിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ലാംഡയുടെ സ്ഥാനത്ത് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. സോ ഇവിടെ നമ്മൾ എ എഴുതുകയാണെങ്കിൽ എന്ത് വേണം? എ ക്യൂബ് വേണം, എ സ്ക്വയർ വേണം, എ വേണം. ഇവിടെ 4 ഇൻറ്റു ഐ. സോ ആ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടെടുത്തുന്നു. നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു 2 -1 1 -1 2 -1 1 -1 2. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരിക്കണം? 3/3 ആയിരിക്കണം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. സോ നമുക്കിവിടെ എന്തൊക്കെയാണ് കാണേണ്ടത്? എ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി എ സ്ക്വയർ കാണണം. അതായത് ലാംഡ സ്ക്വയർ ഉള്ളത് കൊണ്ട് എ സ്ക്വയർ കാണണം. എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 -1 1 -1 2 -1 1 -1 2 ഇൻറ്റു ഒന്നുകൂടി എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുന്നു. അപ്പോൾ 2 -1 1 -1 2 -1 1 -1 2. സോ ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്, പ്രോഡക്റ്റിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. പ്രോഡക്റ്റിൽ എഴുതുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ത് വരും? 2 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 1. അത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? വിച്ച് ഈസ് 6. ഈ നെക്സ്റ്റ് എലമെൻ്റ് എന്താണ്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതാണ് ഇവിടെ വരുന്ന എലമെൻറ്റ്. അപ്പോൾ 2 ഇൻറ്റു -1 വിച്ച് ഈസ് -2 പ്ലസ് -1 ഇൻറ്റു 2 -2. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 4. ദെൻ പ്ലസ് 1 ഇൻറ്റു -1 വിച്ച് ഈസ് -5. ഇനി അതുപോലെ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം അത് മൾട്ടിപ്പിൾ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 2 വിച്ച് ഈസ് 5. നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? -5 എന്ന് കിട്ടും. ഇനി അതുപോലെ
second row into second column, which is 6. അതുപോലെ this row into this column, so അത് -5 എന്ന് കിട്ടും. സിമിലർലി തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എലമെൻറ്റ് കിട്ടും. അത് എത്രയാണ് കിട്ടുക? 5. അതുപോലെ ഈ റോ ഇൻറ്റു ദിസ് കോളം വിച്ച് ഈസ് -5 ആൻഡ് ദിസ് റോ ഇൻറ്റു ദിസ് കോളം ഇത് 6 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ എ സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക്സ്. സോ നമുക്ക് ഇവിടെ എന്ത് വേണം? ലാംഡ ക്യൂബ്, ദാറ്റ് മീൻസ് എ ക്യൂബ് കാണണം. സോ എ ക്യൂബ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ ഓർ എ സ്ക്വയർ ഇൻറ്റു എ, രണ്ടും സെയിം തന്നെ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മളിവിടെ എഴുതുന്നു. എ എന്ന് പറഞ്ഞാൽ എന്താ? 2 -1 1 -1 2 -1 1 -1 2. ഇനി ഇവിടെ എഴുതുന്നത് എ സ്ക്വയർ ആണ് ഇപ്പോൾ കണ്ടെത്തിയ മെട്രിക്സ്. അതെന്താണ്? 6 -5 5, then -5 6 -5 5 -5 6. ഇനി ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ 2 × 6 പ്ലസ് -1 × -5 പ്ലസ് 1 × 5 വിച്ച് ഈസ് 22. നെക്സ്റ്റ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് 2 × -5 പ്ലസ് -1 × 6 പ്ലസ് 1 × -5 വിച്ച് ഈസ് -21. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അത് 21 കിട്ടും. സിമിലർലി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിച്ച് ഈസ് -21. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം വിച്ച് ഈസ് 22 ആൻഡ് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം വിച്ച് ഈസ് -21. നെക്സ്റ്റ് റോയിൽ എന്താ വരിക? തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിച്ച് ഈസ് 21. Then third row into second column which is -21 and third row into third column is 22. അപ്പം നമുക്കിവിടെ എ ക്യൂബും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെട്രിക്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മൾ ഇവിടെ എ ക്യൂബും എ സ്ക്വയറും ഒക്കെ കണ്ടുപിടിച്ചു. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ എ കൊടുക്കുമ്പോൾ എന്തായിരുന്നു? therefore എ ക്യൂബ് -6a² പ്ലസ് 9a -4 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത് നോക്കണം. സോ നമ്മൾ ഓൾറെഡി എ ക്യൂബൊക്കെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പം വെറും 4 എഴുതിയാൽ പോരെ. ഇതിൻ്റെ കൂടെ എന്ത് വേണം? മെട്രിക്സ് ആയതുകൊണ്ട് 4 × i എന്ന് എഴുതണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ അവിടെ 4 ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ ലാംഡയ്ക്ക് പകരം എയും ലാംഡ സ്ക്വയറിന് എ സ്ക്വയറും ഒക്കെ കൊടുക്കുമ്പോൾ ഈ 4ൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊടുക്കണം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, താഴോട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? എ ക്യൂബ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുവച്ചു. ആ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കാം. അപ്പോൾ 22 -21 21 -21 22 21 -21 22. ഇതുപോലെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുക. സോ ബാക്കിയുള്ള മെട്രിക്സിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ കൊടുത്തു. സോ ഇനി എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് ചെയ്യാനുള്ളിടത്ത് മൈനസ് ചെയ്യുക, ആഡ് ചെയ്യാനുള്ളിടത്തിൽ ആഡ് ചെയ്ത് നമ്മുടെ മെട്രിക്സ് എഴുതുക. സോ ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. കാരണം ഇവിടെ കംപ്ലീറ്റ് 3/3 മെട്രിക്സ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താ വരിക? 22 -6 × 6 പ്ലസ് 9 × 2 -4 × 1. അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. സോ 22 -36 പ്ലസ് 18 -4. അത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വിച്ച് ഈസ് 0. അതുപോലെ നെക്സ്റ്റ് എലമെൻ്റ് എന്താ വരിക? ഇവിടെ -21 ഉണ്ട്. ഇവിടെ -6 × -5 വിച്ച് ഈസ് 30. സോ -21 പ്ലസ് 30 പ്ലസ് 9 × -1 വിച്ച് ഈസ് -9. ദെൻ -4 × 0. ആ എലമെൻ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ബാക്കിയുള്ള എന്തൊക്കെയാണ്? -21 പ്ലസ് 30 -9 വിച്ച് ഈസ് 0.
സിമിലർലി ഇതുപോലെ ഓരോ എലമെൻറ്റും ആഡ് ചെയ്യുക. നെക്സ്റ്റ് എലമെൻറ്റ് എന്താ 21 മൈനസ് 6 ഇൻറ്റു 5 പ്ലസ് 9 ഇൻറ്റു 1 മൈനസ് 4 ഇൻറ്റു 0 വിച്ച് ഈസ് ആൾസോ 0. സിമിലർലി ഓരോ എലമെൻറ്റും നമ്മൾ ഇതുപോലെ വാല്യൂ കാണുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? സീറോ മെട്രിക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 9a മൈനസ് 4i ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെർഫോർ A satisfies the characteristic equation. A satisfies its characteristic equation. അപ്പോൾ എ എന്ന് പറയുന്ന അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം വെരിഫൈ ചെയ്തു കഴിഞ്ഞു. ഹെൻസ് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം verified. Hamilton theorem is verified. സോ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട പോർഷൻസ് ആണ് ഇത്. അതല്ല നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഹാമിൽട്ടോണിയൻ തിയറം പ്രകാരം നിങ്ങളോട് ഒരു മെട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണുക, ദെൻ അതിൻ്റെ എ ഇൻവേഴ്സ് കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇതുപോലെ എ സ്ക്വയറും എ ക്യൂബും ഒക്കെ കണ്ടിട്ട് ഈ ഒരു ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് നോക്കാം യൂസിങ് കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം. അപ്പോൾ നമ്മുടെ കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 9a മൈനസ് 4i ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോ ഈ ഇക്വേഷനെ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തു. ഇക്വേഷൻ 1നെ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇക്വേഷൻ 1 into A inverse. We get A cube into A inverse ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? A square minus 6a square into A inverse is A plus 9 into A inverse ചെയ്യുമ്പോൾ നമുക്കവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. മൈനസ് 4 into I into A inverse is A inverse which is equal to 0. സോ ഇവിടെ നിന്ന് നമുക്ക് 4A inverse എന്ന് പറഞ്ഞിട്ട് എന്താ കിട്ടുക? 4A inverse is equal to, അതായത് ഈ 4A inverseനെ ഈ സൈഡിലേക്ക് എടുത്തു, അപ്പോൾ ബാക്കിയുള്ള ഈ എലമെൻ്റ് അവിടെ ഉണ്ടാകും. അതായത് A സ്ക്വയർ മൈനസ് 6A പ്ലസ് 9I. Therefore A inverse is equal to 1/4 into A square minus 6A plus 9I പ്ലസ് 9i ഇതാണ് ഉണ്ടാവുക. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ഇൻവേഴ്സ് കാണാം. സോ നേരത്തെ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എ സ്ക്വയർ ഒക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അതിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആദ്യം തന്നെ എ സ്ക്വയർ മൈനസ് 6a പ്ലസ് 9iയുടെ വാല്യൂ കാണുന്നു. അപ്പോൾ എ സ്ക്വയർ മൈനസ് 6a പ്ലസ് 9i വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്രീവിയസ്ലി നമ്മൾ കണ്ടുവച്ചു. അതെന്തായിരുന്നു? 6 മൈനസ് 5 5 മൈനസ് 5 6 മൈനസ് 5 5 മൈനസ് 5 6 മൈനസ് 6 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2 പ്ലസ് 9 ഇൻറ്റു ഐ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് വിച്ച് ഈസ് 1 0 0 0 1 0 0 0 1. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ മെട്രിക്സ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഒരു 3/3 മെട്രിക്സ് തന്നെയാണ് നമുക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താ? 6 മൈനസ് 6 ഇൻറ്റു 2
അപ്പോൾ 6 മൈനസ് 6 ഇൻറ്റു 2 എന്ന് പറയുമ്പം ഇത് 12 വരും. 6 മൈനസ് 12 ഈസ് -6. ഇനി ആ -6നോട് എന്ത് ആഡ് ചെയ്യുക? 9 ഇൻറ്റു 1. അപ്പം -6 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 3. ഫസ്റ്റ് എലമെൻറ്റ് 3. ദെൻ സെക്കൻഡ് എലമെൻറ്റോ ഇവിടെ -5 ആണുള്ളത്. ഇവിടെ -6 ഇൻറ്റു -1. സോ +6. അപ്പം -5 + 6 വിച്ച് ഈസ് 1. ആ 1നോട് ഇവിടെ എന്താ ആഡ് ചെയ്യാനുള്ളത്? 9 ഇൻറ്റു 0. അപ്പോൾ 0 ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. സിമിലർലി ഇവിടെ 5. ഇവിടെ -6 ഇൻറ്റു 1 വിച്ച് ഈസ് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 5 - 6 വിച്ച് ഈസ് -1. ഇവിടെ 0 ആണ്. സോ നമ്മുടെ ഇവിടുത്തെ എലമെൻറ്റ് -1 എന്ന് വരും. സിമിലർലി -5 പ്ലസ് 6 ആ വരിക. +6 പ്ലസ് 0. സോ വിച്ച് ഈസ് 1. ദെൻ ഇവിടെ 6 ഉണ്ട്. ഇവിടെ -6 ഇൻറ്റു 2. ദെൻ 9 ഇൻറ്റു 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ -5. ഇവിടെ -6 ഇൻറ്റു -1. 9 ഇൻറ്റു 0. അപ്പോൾ 2 കൂടി ചെയ്യുമ്പോൾ 1. ഇനി 5. ഇവിടെ 5. ഇവിടെ -6 ഇൻറ്റു 1. ഇവിടെ 9 ഇൻറ്റു 0. ദാറ്റ് മീൻസ് 5 - 6 ഈസ് -1. ഇവിടെ -5 ഉണ്ട്. ഇവിടെ -6 ഇൻറ്റു -1 വിച്ച് ഈസ് +6 ആകും. അപ്പോൾ -5ഉം +6ഉം കൂടി 1 ആകും. 1 + 9 ഇൻറ്റു 0 വിച്ച് ഈസ് 1. ഇനി ഇവിടെ 6 ഉണ്ട്. ഇവിടെ -6 ഇൻറ്റു 2 വിച്ച് ഈസ് -12. അപ്പോൾ 6 - 12 ഈസ് -6. -6 + 9 ഇൻറ്റു 1 വിച്ച് ഈസ് 3. സോ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ദെർഫോർ A inverse is equal to എന്തായിരുന്നു? 1/4 ഇൻറ്റു A² - 6A + 9I ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഈ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്. സോ 3 1 -1 1 3 1 -1 1 3. സോ ത്രൂ ഔട്ട് ഇതിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു 3/4 1/4 -1/4 1/4 3/4 1/4 -1/4 1/4 3/4. സോ നമ്മുടെ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കെയ്ലി ഹാമിൽട്ടോണിയൻ തിയറം യൂസ് ചെയ്തുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്ന പാർട്ട് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടെത്താൻ മാത്രമാണ് ചോദിച്ചത് എങ്കിൽ നിങ്ങളത് വെരിഫൈ ചെയ്യാൻ നിൽക്കണം എന്നില്ല. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ലാംഡയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂസ് കൊടുത്തിട്ട് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ദെൻ അതിൽ നിന്നും നമ്മൾ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ എ ഇൻവേഴ്സിൻ്റെ വാല്യൂ കാണുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഷോ ദാറ്റ് a³ - 6a + 11a - 6i is equal to 0 and hence find A inverse where A is equal to എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3/3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഏത് ഇക്വേഷനാണ് ഷോ ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ് മീൻസ് നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണണം എന്നില്ല. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വെരിഫൈ ചെയ്യണം, പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ A² കാണുക, A³ കാണുക. അപ്പോൾ ഇവിടെ ഇത് A² ആണ്, 6A². A³ A² ഇതെല്ലാം കാണും. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് A³ - 6A² + 11a - 6i അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നോ നോക്കാം. ദെൻ അത് 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എ ഇൻവേഴ്സ് കണ്ടെത്താം. കാരണം ഈ ഇക്വേഷനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൽ നിന്നും എ ഇൻവേഴ്സ് കണ്ടെത്തുക. സോ ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.